ഹായ് നമസ്കാരം. RJ സൂരജാണ് ഖത്തറിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഖത്തറാണല്ലോ സംസാര വിഷയം. രാവിലെ പോലെ നാട്ടിലെ ബന്ധുക്കളും ചങ്ങാതിമാരും അയൽരാജ്യത്തുള്ള സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ട് എന്താണ് അവിടെ പ്രശ്നം, നിങ്ങളാകെ പെട്ടിരിക്കാന്ന് കേട്ടു, നിങ്ങൾക്ക് ഭക്ഷണമൊന്നും കിട്ടാനില്ലെന്ന് കേട്ടു, നിങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് കേട്ടു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. എന്താ ഇവിടെ യുദ്ധം നടക്കുന്ന പ്രതീതിയോടെ ആൾക്കാർ സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ ജീവിക്കുന്ന ഞങ്ങളെപ്പോലുള്ള പ്രവാസികൾക്ക് പറയാനുള്ളത്, എന്റെ ചങ്ങാതിമാരെ, ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ ആർക്കും ഇതൊന്നും ഫീൽ ചെയ്തിട്ടും കൂടിയില്ല. എന്തൊക്കെയോ വാർത്തകൾ എവിടെയൊക്കെയോ കേൾക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള ജീവിതം ആകെ താറുമാറായിരിക്കുകയാണെന്നുള്ള രീതിയിൽ ചിന്തിച്ചു പോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇവിടെയുള്ള എല്ലാ പ്രവാസികൾക്കും വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ സാധാരണ രീതിയിൽ എല്ലാ ദിവസത്തെയും പോലെ കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നമില്ല. എല്ലാവരും രാവിലെ എഴുന്നേക്കുന്നു, അവരവരുടെ ജോലിക്ക് പോകുന്നു, നോമ്പെടുക്കുന്നവർ നോമ്പെടുക്കുന്നു, കറങ്ങി നടക്കുന്നു, എല്ലാ കാര്യങ്ങളും യൂഷ്വൽ ആയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കുറച്ച് രാജ്യങ്ങൾ, അയൽപക്കത്തുള്ള കുറച്ച് രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയുകൊണ്ട് അങ്ങനെ തളർന്നു പോകുന്ന രാജ്യമൊന്നല്ല ഖത്തർ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്ഘടനയുള്ള രാജ്യമാണ് ഖത്തർ. ഏറ്റവും വലിയ വിമാന കമ്പനി ഖത്തർ എയർവേസ് ഉള്ള രാജ്യമാണ് ഈ ഖത്തർ. ദിവസേന നൂറുകണക്കിന് കപ്പലുകൾ വന്നു പോകുന്ന ഏറ്റവും വലിയ ഇന്റർനാഷണൽ പോർട്ടുള്ള ഒരു രാജ്യമാണ് ഖത്തർ. അപ്പോ ഇത്ര വലിയൊരു രാജ്യത്തിൽ, അതുപോലെ തന്നെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനും മുൻതൂക്കം നൽകുന്ന ഒരു നല്ല ഗവൺമെന്റ് ഭരണത്തിലുള്ള രാജ്യമാണ് ഖത്തർ. അപ്പൊ ഈ രാജ്യത്തിന്റെ അണ്ടറിൽ ജോലി ചെയ്തിട്ട് പോകുന്ന എല്ലാ പ്രവാസികൾക്കും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. അങ്ങനെ തന്നെയാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നാട്ടില് ചില ഓൺലൈൻ പത്രങ്ങളും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഒക്കെ അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തോ വലിയ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വീണു പോകരുത്, ടെൻഷൻ അടിക്കരുത് എന്ന് മാത്രമേ എല്ലാ പ്രവാസികൾക്കും വേണ്ടിയിട്ട് പറയാനുള്ളൂ. ഇവിടെ എല്ലാ ദിവസത്തെയും പോലെ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു പ്രശ്നമില്ല. ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം തീരാൻ ഒറ്റൊരു വഴിയേ ഉള്ളൂ. 2-3 ദിവസത്തേക്ക് ഓൺലൈൻ പത്രങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും കാണാണ്ടിരുന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഇവിടെയുള്ളൂ. നന്ദി, നമസ്കാരം.